Hi dear aspirants, welcome to Aspire Defense. നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പല കുട്ടികളും കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആണ്. ഇന്ത്യൻ നേവി 10+2 ബിടെക് ഓർ കാഡറ്റ് എൻട്രി സ്കീം നോട്ടിഫിക്കേഷൻ. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ ആർമിയിലും ഇന്ത്യൻ നേവിയിലും സൗജന്യമായി എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, സോ അതിൽ ഇന്ത്യൻ ആർമി 10+2 ടെക്നിക്കൽ എൻട്രി സ്കീമിന്റെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വീക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആപ്ലിക്കേഷൻ പ്രോസസ് തുടങ്ങി കഴിഞ്ഞു, ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഇത് ഇന്ത്യൻ നേവിയുടെ 10+2 കാഡറ്റ് എൻട്രി സ്കീം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ ആർമിയും നേവിയും കമ്പയർ ചെയ്യുമ്പോൾ എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമിയിൽ പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യൻ നേവി 10+2 കാഡറ്റ് എൻട്രി സ്കീമിലേക്ക് പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ നിങ്ങൾ പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണ്, നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇന്ത്യൻ നേവി 10+2 ബിടെക് ഓർ കാഡറ്റ് എൻട്രി സ്കീം. ഓക്കെ, ഇതൊരു പെർമനൻറ്റ് കമ്മീഷൻ എൻട്രി ആണ്. ഓക്കെ, രണ്ട് സർവീസ് കമ്മീഷനാണ് നേവിയിൽ വരുന്നത്, ഫോഴ്സസിൽ വരുന്നത്. ഷോർട്ട് സർവീസ് കമ്മീഷനും പെർമനൻറ്റ് കമ്മീഷനും. സോ ഇതൊരു പെർമനൻറ്റ് കമ്മീഷനാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത്. മിനിമം 20 years നിങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പറ്റും നിങ്ങൾ കമ്മീഷൻ ആയി കഴിഞ്ഞാൽ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ എന്തായാലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കമ്മീഷനെ കുറിച്ചിട്ട്. സോ ഈ കോഴ്സ് കമൻസ് ചെയ്യുന്നത് ഇന്ത്യൻ നേവൽ അക്കാഡമിയിൽ 2027 ഓക്കെ, സോ നിങ്ങൾ ഇതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എക്സാം ഒന്നും എഴുതുന്നില്ല. ഇപ്പം നമുക്കറിയാം UPSC നടത്തുന്ന NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി പരീക്ഷയുണ്ട്. സോ അതിൽ ഇനീഷ്യലി ഒരു എക്സാം ഉണ്ട്. എക്സാം കഴിഞ്ഞിട്ടാണ് നമ്മൾ SSB ഇൻ്റർവ്യൂവിലേക്ക് പോകുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ ഇതൊരു ടെക്നിക്കൽ എൻട്രി ആണ്. നിങ്ങൾ ഇന്ത്യൻ നേവിയിൽ ടെക്നിക്കൽ ബ്രാഞ്ചിലാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലാണ് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്സാമും നിങ്ങൾ എഴുതുന്നില്ല. ഡയറക്റ്റ് ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ SSB ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഏജ് ലിമിറ്റും എലിജിബിലിറ്റിയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും, കംപ്ലീറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഇന്ത്യൻ നേവൽ അക്കാഡമി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ നേവൽ അക്കാഡമി കേരളത്തിലെ ഏഴിമലയിൽ, കണ്ണൂർ ഏഴിമലയിലാണ് ഇന്ത്യൻ നേവൽ അക്കാഡമി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നോട്ടിഫിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഇനീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഓക്കെ, 29th May ഓൾറെഡി നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും, ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. എപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റ്? 18th June ആണ് ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, 18th June ആണ് ലാസ്റ്റ് ഡേറ്റ്. സോ ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പല കുട്ടികളും ലാസ്റ്റ് വീക്കിലേക്ക് വെക്കുന്ന സമയത്ത് അവർക്ക് ആപ്ലിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാത്ത ബുദ്ധിമുട്ട് നേരിടേണ്ടി വരാറുണ്ട്. ഹെവി ട്രാഫിക് അല്ലെങ്കിൽ സെർവർ ഡൗൺ, ഇങ്ങനെ പല കാര്യങ്ങൾ ഫേസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് നോക്കാം. സോ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്കുള്ള 10+2 കാഡറ്റ് എൻട്രി സ്കീം നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. സോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് എഞ്ചിനീയറിംഗ് പഠിക്കാം 4 വർഷം. അതിനുശേഷം ഇന്ത്യൻ നേവിയിൽ സബ് ലഫ്റ്റനന്റ് റാങ്കിൽ നിങ്ങൾ കമ്മീഷൻ ഓഫീസറായിട്ട് ജോലിയും കിട്ടും. ഓക്കെ, സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. വേക്കൻസി, എലിജിബിലിറ്റി ഒക്കെ നോക്കാം. ഓക്കെ, ഓക്കെ ഓക്കെ സോ വേക്കൻസീസ് ആൻഡ് ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. 2 ബ്രാഞ്ചസിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സെക്കൻഡ് വൺ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. 30 വേക്കൻസീസ് ആണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ളത്. അതുപോലെ തന്നെ 30 വേക്കൻസീസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുണ്ട്. അതിൽ 4 വേക്കൻസീസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പെൺകുട്ടികൾക്കുള്ളതാണ്, 4 വേക്കൻസീസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലും പെൺകുട്ടികൾക്കുള്ളതാണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 8 വേക്കൻസീസ് ആണ് പെൺകുട്ടികൾക്ക് വരുന്നത്. ഓക്കെ, 60 വേക്കൻസികൾ. ബാക്കിയുള്ള വേക്കൻസീസ് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ളതാണ്. ആൻഡ് ഇവിടെ കറക്റ്റായിട്ട് ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഏജ് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? ബോൺ ബിറ്റ്വീൻ 2nd July 2007 ആൻഡ് 1st July 2010. ഓക്കെ, 2nd July 2007 1st July 2010 ഇടയിൽ ജനിച്ച കുട്ടികൾക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ നിങ്ങൾ ഏജ് ബാറിൻ്റെ പുറത്താണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, 60 വേക്കൻസീസ് ഉണ്ട്. അതിൽ 8 വേക്കൻസീസ് പെൺകുട്ടികൾക്കാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കരിയറാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. കാരണം ഇന്ത്യൻ നേവിയിൽ സബ് ലഫ്റ്റനന്റ് റാങ്കിൽ ജോയിൻ ചെയ്യാനും നല്ല ഹയർ റാങ്കുകളിലേക്ക് നിങ്ങൾ പ്രൊമോട്ടഡ് ആയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റി കിട്ടും. നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കൊണ്ടുപോകാൻ പറ്റും. പല മേഖലകളിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. സോ ഏത് ബ്രാഞ്ച് വേണം പ്രിഫറൻസ് എന്നുള്ളത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ 7 വേക്കൻസീസ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കാറ്റഗറിയിൽ നിന്ന് വരുന്ന 7 വേക്കൻസീസ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് അറ്റ് NCW കൊച്ചി. ഓക്കെ, നേവൽ ബേസിൽ നടക്കുന്ന, കൊച്ചിയിൽ നടക്കുന്നത്, അതായത് നേവൽ ആർക്കിടെക്ചർ കോഴ്സ് നടക്കുന്നുണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജീൻ്റെ അണ്ടറിൽ. അവിടെയാണ് നിങ്ങൾ 7 കാൻഡിഡേറ്റ്സിന് അവിടെയാണ് നിങ്ങളുടെ ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കുക. ഓക്കെ,
മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസ് ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. നമ്മൾ അറ്റ് എ ടൈം മാത്രമേ ഇന്ത്യൻ നേവിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്ഡ് സീനിയർ സെക്കൻഡറി എക്സാമിനേഷൻ 10+2 പാറ്റേൺ ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ ഫ്രം എനി റെക്കഗ്നൈസ്ഡ് ബോർഡ് വിത്ത് അറ്റ്ലീസ്റ്റ് 70% അഗ്രിഗേറ്റ് മാർക്സ് ഇൻ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ 70% അഗ്രിഗേറ്റ് മാർക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കണ്ടീഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എലിജിബിലിറ്റീൻ്റെ കേസിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. ഓക്കെ, സോ നിങ്ങൾ സയൻസ് കാറ്റഗറിയിൽ പഠിച്ച കുട്ടികളായിരിക്കണം. അതുപോലെ തന്നെ 12th 11th കേസില്ല, 12th നിങ്ങൾക്ക് PCM എത്രയുണ്ടായിരിക്കണം? 70%. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് കണ്ടക്ടഡ് ബൈ ദ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നമുക്കറിയാം IIT, NIT പോലുള്ള എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എൻട്രൻസ് എക്സാം ഉണ്ട്, ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ഓക്കെ, അതിൽ മെയിൻസ് എക്സാമിനേഷനിൽ കോമൺ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ 2026 JEE മെയിൻ എക്സാമിനേഷൻ അപ്പിയർ ചെയ്തിരിക്കണം. ഓക്കെ, അതിൻ്റെ കോമൺ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് സെലക്ഷൻ പ്രൊസീജിയർ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് SSB ബേസ്ഡ് ഓൺ JEE മെയിൻ ഓൾ ഇന്ത്യ കോമൺ റാങ്ക് ലിസ്റ്റ്. സോ ഞാൻ പറഞ്ഞു, നിങ്ങളെ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് സർവീസസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ ആണ്. നിങ്ങളത് റെക്കമെൻഡ് ആയി കഴിഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റ് ആണ്, പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, സോ SSBക്കുള്ള കോൾ ലെറ്റർ നിങ്ങൾക്ക് ഏതിൻ്റെ ബേസിലാണ് ലഭിക്കുന്നത്? JEE കോമൺ റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിലാണ്. ഓക്കെ, സോ അവർ കൃത്യമായ ഒരു കട്ട് ഓഫ് അവർ മെൻഷൻ ചെയ്യും. ആ കട്ട് ഓഫിൻ്റെ അണ്ടറിൽ വന്ന ആൾക്കാർക്ക്, അതായത് അതിൽ ഇൻക്ലൂഡ് ആവുന്ന ആൾക്കാർക്ക് മാത്രമാണ് കോൾ ലെറ്റർ കിട്ടത്തുള്ളൂ. സോ അത് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ആപ്ലിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളതിൽ JEEക്ക് നന്നായിട്ട് സ്കോർ ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സാധാരണയായിട്ട് ഒരു 2 ലക്ഷത്തിൽ താഴെ വരുന്ന ആൾക്കാർ ഷോർട്ട് ലിസ്റ്റ് ആയി ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് അതിന് മുകളിലായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കാരണം ഓരോ എൻട്രിയിലും ഈ കട്ട് ഓഫ്സ് മാറി വരാറുണ്ട്. ഓക്കെ, സോ നന്നായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊസീജിയർ സർവീസസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ ആണ്. ആർമി, നേവി, എയർഫോഴ്സ് ഈ 3 ഫോഴ്സിൽ ഏതെങ്കിലും ഒരു ഫോഴ്സിൽ നിങ്ങൾക്ക് കമ്മീഷൻഡ് ഓഫീസറായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ SSB ഇൻ്റർവ്യൂ നിങ്ങൾ ക്ലിയർ ചെയ്യണം, റെക്കമെൻഡ് ആവണം. ഓക്കെ, സോ ആ ഒരു ബോർഡ് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓഫീസർ ആവാൻ പറ്റത്തുള്ളൂ. ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. കംപ്ലീറ്റ്ലി നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് ഇവിടെ അസസ് ചെയ്യുന്നത്. ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് 15 ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് ഉണ്ടോ എന്നാണ് ഈ ഒരു 5 ദിവസം അസസ് ചെയ്യുന്നത്. ഓക്കെ, 2 സ്റ്റേജസിലാണ് നടക്കുന്നത്. സ്റ്റേജ് 1 സ്ക്രീനിങ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. സ്റ്റേജ് 2 ആണ് റെക്കമെൻഡേഷൻ, ഫൈനൽ റെക്കമെൻഡേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡേ സ്ക്രീനിങ് ടെസ്റ്റ്, സെക്കൻഡ് ഡേ സൈക്കോളജി ടെസ്റ്റ്, ഡേ 3 നമ്മൾ GTO എന്ന് വിളിക്കും, ഡേ 4 GTO തന്നെയാണ്. ഇൻ ബിറ്റ്വീൻ നമുക്കൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്, ആൻഡ് ഫൈനൽ ഡേ കോൺഫറൻസ് ഡേ. ഓക്കെ, മനസ വാച കർമ്മണ, വാട്ട് ഡു യു തിങ്ക്, വാട്ട് യു ഡു, വാട്ട് യു സ്പീക്ക്, ഈ 3 കാര്യങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് SSBക്ക് വേണ്ടിയിട്ട് 4 സെലക്ഷൻ സെൻറ്റേഴ്സ് ആണ് ഓൾ ഇന്ത്യ ലെവൽ ഇന്ത്യൻ നേവിയുടെ സെലക്ഷൻ സെൻറ്റേഴ്സ് ഉള്ളത്. അതിൽ 4 നമ്മുടെ തൊട്ടടുത്തുള്ളത് ബാംഗ്ലൂരും വിശാഖപട്ടണമാണ്, പിന്നീടുള്ളത് ഭോപ്പാൽ, കൊൽക്കത്ത. ഈ 4 സെൻറ്ററുകളിലാണ് നിങ്ങൾക്ക് SSB ഉണ്ടായിരിക്കുക. 5 ഡേയ്സ് പ്രൊസീജിയർ ആണ്, ആൻഡ് അത് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ മുതലാണ്. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് സെപ്റ്റംബറിൽ SSB ഇൻ്റർവ്യൂ പ്രതീക്ഷിക്കാം. ആൻഡ് അത് 4 സെൻറ്റേഴ്സിലാണ് നടക്കുന്നത്. ഓക്കെ, എവിടെയൊക്കെയാണ്? ബംഗളൂരു, ഭോപ്പാൽ, കൊൽക്കത്ത ആൻഡ് വിശാഖപട്ടണം. ഓക്കെ, ഇത്രയും സ്ഥലങ്ങളിലായിട്ടാണ് SSB ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ വൺസ് SSB സെലക്ഷൻ സെൻറ്റർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അത് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ഓക്കെ, സോ നമ്മളിവിടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് SSB ഇൻ്റർവ്യൂവിന് വേണ്ടി മാത്രമാണ്. കാരണം SSB ഇൻ്റർവ്യൂവിൽ നമ്മൾ റെക്കമെൻഡ് ആവുക എന്നുള്ളതാണ് നമ്മുടെ പ്രൈമറി എയിം. അതിനുശേഷമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്. സോ SSB ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സോ എസ്പാർ ഡിഫൻസിൻ്റെ ഈ ഒരു എൻട്രിക്ക്, ടെക്നിക്കൽ എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള SSB ഇൻ്റർവ്യൂവിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ SSB ഇൻ്റർവ്യൂ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മളിത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. കാരണം നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. ഓക്കെ, നമുക്കിത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടൊന്നും ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റണമെന്നില്ല. ചില കുട്ടികൾ പെട്ടെന്ന് പ്രിപ്പയർ ആയിട്ട് വരികയും ചെയ്യും. കാരണം ഇത് ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. സോ ചിലപ്പോൾ നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ടാവും ഇതിൻ്റെ അകത്ത്. ഓക്കെ, സോ നമ്മൾ നന്നായിട്ട് ഇതിനു വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യണം. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ബാച്ചിൽ ജോയിൻ ചെയ്യാം. കാരണം നമുക്കറിയാം, നമ്മളൊരു ഹാബിറ്റ് പോലും നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 21 ഡേയ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമല്ലേ. സോ അതുപോലെ തന്നെയാണ് SSBൻ്റെ കേസിൽ ഒരുപാട് പേഴ്സണാലിറ്റി ട്രേറ്റ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആവുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ തന്നെ ആരംഭിക്കാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ പുതിയ ബാച്ചിൽ SSB ഇൻ്റർവ്യൂവിൻ്റെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഹയസ്റ്റ് സക്സസ് റേറ്റുള്ള പ്രോഗ്രാമാണ്. ഒരുപാട് കുട്ടികൾ ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് മന്തിൽ പോലും അടുത്ത കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്കും ഞങ്ങളുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക്
നോട്ടിഫിക്കേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾ വൺസ് നിങ്ങൾ SSB ഇൻ്റർവ്യൂ നിങ്ങൾ റെക്കമെൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ ടെസ്റ്റാണ് അപ്പിയർ ചെയ്യാനുണ്ടാവുക. മെഡിക്കൽ ടെസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കോമൺ മെറിറ്റ് ലിസ്റ്റ് ആണ്. ആ കോമൺ മെറിറ്റ് ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ത്യൻ നേവൽ അക്കാഡമിയിൽ നിങ്ങളുടെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം 4 ഇയർ ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഈ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കിപ്പോൾ എഞ്ചിനീയറിംഗ് എവിടെ വേണമെങ്കിലും പഠിക്കാൻ പറ്റും. ഓക്കെ, കേരളത്തിൽ പഠിക്കാം, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പഠിക്കാം, ഇന്ത്യക്ക് പുറത്തൊക്കെ പഠിക്കാം. പക്ഷേ ഇത്രയും പ്രസ്റ്റീജിയസ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ചാൻസസ് കിട്ടില്ല. നോക്കിയേ, 60 വേക്കൻസീസ് മാത്രമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വർഷത്തിൽ 120 പേർക്ക് മാത്രമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ND എന്നും കുട്ടികൾ വരുന്നുണ്ട്, പക്ഷേ എനിവേ വളരെ കുറച്ച് 200 താഴെ വരുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. ഓക്കെ, സോ അത്രയും വലിയൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം മാത്രമല്ല, വളരെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഒരുപാട് എക്സ്പോഷർ, ഡിഫൻസ് എക്സ്പോഷറാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. സോ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യാൻ പാടില്ല. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് വൺസ് 4 വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, 4ാമത്തെ വർഷം നിങ്ങൾക്ക് പാസിംഗ് ഔട്ട് പരേഡിന് ശേഷം നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയിൽ സബ് ലെഫ്റ്റനന്റ് റാങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. ആ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വൈറ്റ് യൂണിഫോം നിങ്ങൾക്ക് ധരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിന് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസ് ഉണ്ടായിരിക്കും കൂടെ. അവർ നിങ്ങളുടെ ഷോൾഡറിൽ നിങ്ങളുടെ റാങ്ക്സ് ഡിസ്പ്ലേ ചെയ്ത് തരും. വളരെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ആ ഡ്രീം ചെയ്ത് നോക്കി ആ മൊമെന്റിനെ കുറിച്ചിട്ട്. നിങ്ങൾ തന്നെ പലപ്പോഴും വീഡിയോസ് കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. ഓക്കെ, സോ അതേ മൊമെന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളൊന്ന് നന്നായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ. ആൻഡ് ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് 4 വർഷം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി അവാർഡ് ചെയ്യും. വെറും ഡിഗ്രിയല്ല, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിൻ്റെ ഡിഗ്രിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, ആൻഡ് കംപ്ലീറ്റ്ലി നിങ്ങളുടെ എൻറ്റയർ കോസ്റ്റ് ഓഫ് ട്രെയിനിങ് ഇൻക്ലൂഡിംഗ് ബുക്സ്, റീഡിംഗ് മെറ്റീരിയൽ ആൻഡ് വിൽ ബി ബോൺ ബൈ ദി ഇന്ത്യൻ നേവി. കംപ്ലീറ്റ്ലി എല്ലാം ബോൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാഡറ്റ്സ് വിൽ ഓൾസോ ബി പ്രൊവൈഡ് വിത്ത് ദ എൻറ്റയർ ക്ലോത്തിങ് ആൻഡ് മെസ്. നിങ്ങൾ യൂണിഫോം കാര്യങ്ങളൊക്കെ ഇന്ത്യൻ നേവി ഫണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നിങ്ങൾ 4 വർഷത്തിന് ശേഷം ഇന്ത്യൻ നേവിയിൽ സബ് ലെഫ്റ്റനന്റ് റാങ്കിൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. നിങ്ങളുടെ പേരിൻ്റെ കൂടെ സബ് ലെഫ്റ്റനന്റ് റാങ്ക് കൂടി വരാൻ പോവാണ്. ഓക്കെ, മാത്രമല്ല നിങ്ങൾ ഫ്രീ ആയിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു, ഇന്ത്യൻ നേവിയുടെ ടെക്നിക്കൽ ബ്രാഞ്ചിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രസ്റ്റീജിയസ് മൂവ്മെന്റ്. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾക്ക് ഒരുപാട് പേ അലവൻസസ്, നിങ്ങളുടെ സാലറി, നിങ്ങൾ 4ാമത്തെ വർഷം തന്നെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നു, എക്സ്ട്രാ ബെനിഫിറ്റ്സ്, ഡിയർനസ് അലവൻസ്, മെഡിക്കൽ ഫെസിലിറ്റി, കംപ്ലീറ്റ് നിങ്ങളുടെ ഫാമിലിക്ക് മെഡിക്കൽ ഫെസിലിറ്റീസ് കൂടി കിട്ടുകയാണ്. കാരണം ഇപ്പം നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റൽ കേസുമായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത്, ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് നമ്മുടെ ബാങ്ക് ബാലൻസ് 0 ആവും അല്ലേ? അങ്ങനെയാണ് കണ്ടീഷൻസ് വരുന്നത്. ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. സോ നിങ്ങളെ ഇന്ത്യൻ നേവി ത്രൂ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫാമിലിയും കംപ്ലീറ്റ്ലി മെഡിക്കലി പ്രൊട്ടക്റ്റഡ് ആണ്. ആ കാര്യം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ രാജ്യത്തിനെ സേവിക്കുന്ന സമയത്ത് ഡിഫൻസ് മിനിസ്റ്റർ നിങ്ങളെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നല്ലൊരു പേ അലവൻസ്, നല്ലൊരു സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷനുള്ള സാധ്യത, നിങ്ങൾക്ക് MTech IIT-ൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാസ്റ്റേഴ്സിന് വേണ്ടി നിങ്ങൾക്ക് പുറത്ത് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, സെയിലിംഗ് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ്. നിങ്ങൾക്ക് സ്പെഷ്യൽ ഫോഴ്സസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും, സ്പെഷ്യൽ ഓപ്പറേഷൻസിൽ പങ്കെടുക്കാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ joinindiannavy.gov.in ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, www.joinindiannavy.gov.in. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി പറയാണ്, ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 29 May നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് ഡേറ്റ് 18 June ആണ്. സോ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അഗെയിൻ അപ്ലൈ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, www.joinindiannavy.gov.in. ഓക്കെ, അവിടെ പോയി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ പെട്ടെന്ന് തന്നെ കയ്യിൽ കരുതിയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. സോ ഇന്ത്യൻ നേവി 10+2 കാഡറ്റ് എൻട്രി സ്കീമിനെ കുറിച്ചുള്ള കൂടുതൽ പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ആസ്പയർ ഡിഫൻസിന്റെ SSB ഇന്റർവ്യൂ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 7034561234 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. സോ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്.